എൻ്റെ നാട്ടുകാരനും സുഹൃത്തും കളിക്കൂട്ടുകാരനുമായ ചന്ദ്രൻ മുട്ടത്തിൻ്റെ കർഷക തെയ്യങ്ങൾ എന്ന പുസ്തകം എനിക്ക് നല്ല വായനാനുഭവമാണ് സമ്മാനിച്ചത്. ഇത് എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തുള്ളവർ വാങ്ങി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശ്വാസ വഴിയിൽ വയലേലകളിൽ പൊൻവിത്തെറിയാൻ ഒറ്റയ്ക്കും കൂട്ടായ്മയിലും ഭക്തജന സമൂഹം കെട്ടിയാടിച്ചിരുന്ന കർഷക തെയ്യങ്ങൾ ഓർമ്മയാകുന്നു. മുളച്ചവ നശിക്കാതെയും പൂത്തു പാലുറച്ചവ പതിരാകാതെയും നിലനിർത്തി സമൃദ്ധിയുടെ പാടങ്ങളിൽ വിളവ് കാക്കാനായിരുന്നു കർഷക തെയ്യാട്ടം. പാടങ്ങളെല്ലാം പറമ്പുകളും റോഡുകളുമായതോടെ കൃഷി മനുഷ്യൻ്റെ തൊഴിലില്ലാതായി മാറി. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പുഴയുടെയും തോടിൻ്റെയും ഇരു കരകളിലും ഉണ്ടായിരുന്ന കൃഷിയിടങ്ങളെല്ലാം മണൽക്കൊള്ളയുടെ നിരന്തര ഭീഷണിയിൽ മുച്ചൂടും നശിച്ചില്ലാതായിരിക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കർമ്മങ്ങളാണ് കൃഷിയെ നിലനിർത്തിയിരുന്നത്. പുതിയ കാലഘട്ടത്തിലെ വസ്ത്രധാരണം, ഭക്ഷണം തുടങ്ങിയവയിലുണ്ടായ മാറ്റങ്ങളും ഫാഷൻ ഭ്രമങ്ങളും തലമുറയായി കൊണ്ടു നടന്നിരുന്ന പല അനുഷ്ഠാന കർമ്മങ്ങളും പാടെ ഉപേക്ഷിക്കാൻ കാരണമായിട്ടുണ്ട്. ആര്യദ്രാവിഡ സംസ്കാരത്തിൻ്റെ കാവലാളുകളായി ഗ്രാമസമൃദ്ധിയും വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്ന കർഷക തെയ്യങ്ങൾ ദ്രാവിഡരുടെ യുഗദേവതയായ കൊറ്റവൈയുടെ ചിലമ്പൊഴികളിൽ രൂപഭാവം പൂണ്ടതാണ്. കാവുകളിലും കൃഷിനിലങ്ങളിലും വിത്തുപൊലിപ്പിക്കാൻ ഉറഞ്ഞുതുള്ളുന്ന ഒട്ടേറെ തെയ്യങ്ങളുണ്ട്. മുറവും അരുവാളുമെടുത്ത് നൃത്തം വെക്കുന്ന പുറത്തെയും ആയിരക്കണക്കിന് തേങ്ങയൊടുക്കുന്ന വേട്ടയ്ക്കൊരു മകൻ തെയ്യവും കർഷകരുടെ ഇഷ്ടദേവതകളാണ്. അരിയും പൊരിയും അവലും നെല്ലും പഴവും ഇളനീരും തേങ്ങയുമെല്ലാം തെയ്യങ്ങളുടെ നിവേദ്യ വസ്തുക്കളാണ്. വിത്ത് വിതയ്ക്കുന്നത് മുതൽ കതിർ കൊയ്യുന്നതുവരെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായി കർഷകർ നടത്തുന്ന പൂജാതി കർമ്മങ്ങളും പഴയ കാർഷിക മുന്നേറ്റങ്ങളും നാടുവാഴി ഭൂപ്രഭുക്കളുടെ അധികാര കേന്ദ്രീകരണവും കർഷക തെയ്യങ്ങളുടെ പിറവിക്ക് കാരണമായിട്ടുണ്ട്. എട്ടുകുടക്കീഴിൽ പ്രഭുക്കന്മാരെ അടിച്ചമർത്തി അല്ലട സ്വരൂപത്തിലെ വിവിധ ജാതി സമുദായങ്ങൾ കോവിലകങ്ങളും തറവാടുകളും സ്ഥാപിച്ച് കർഷക കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ഇവർ ഉണ്ടാക്കിയ തൊഴിൽ കൂട്ടങ്ങളിൽ കന്നുകാലികളെപ്പോലെ അധ്വാനിച്ച അധികൃത സമൂഹം വരേണ്യവർഗത്തിൻ്റെ കണ്ണുതുറപ്പിക്കാൻ വിവിധ വേഷങ്ങൾ കെട്ടിയാടി. അതിജീവനത്തിനായി ആടിയ ഓരോ ആട്ടങ്ങൾക്കും പിന്നീടും അനുഷ്ഠാന സ്വഭാവം കൈവന്നു. അധികാരത്തിനായുള്ള ബ്രാഹ്മണരുടെയും നാടുവാഴികളുടെയും കിടമത്സരത്തിൽ കീഴ്ജാതി സമൂഹത്തിന് സഹിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളും കഷ്ടപ്പാടുകളും വിവിധ തെയ്യങ്ങളുടെ തോറ്റംപാട്ടുകളായി മാറി. ജന്മികുടിയാന്മാരെ ഒരുമയുടെ തേരിലേറ്റിയ ഒട്ടേറെ തെയ്യങ്ങൾ ഉത്തര മലബാറിലുണ്ട്. വയലേലകളിൽ വിത്ത് വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്തിരുന്ന കുടിയാൻ്റെ കഥനകഥകളാണ് ഇത്തരം തോറ്റംപാട്ടുകളിൽ. ജന്മിമാടമ്പിമാരുടെ കൊടിയ പീഡനങ്ങൾ മറന്നീക്കുന്ന തോറ്റംപാട്ടുകളുള്ള തെയ്യങ്ങൾക്കെല്ലാം പ്രതിരോധത്തിൻ്റെ ചിഹ്നമുള്ള മുഖപാള കവചങ്ങളുണ്ട്. കാർഷിക വൃത്തി ജീവിതമാക്കിയ ഒരു സമൂഹത്തിൻ്റെ നെഞ്ചിലെ നെരിപ്പോടിൽ എരിഞ്ഞുയരുന്ന തെയ്യങ്ങളാണ് കർഷകരുടെ തെയ്യങ്ങൾ. തുളുനാട്ടിലും കോലത്തുനാട്ടിലുമാണ് ഇത്തരം തെയ്യങ്ങളുടെ ഉയരെടുപ്പുണ്ടായിട്ടുള്ളത്.